ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നല്ലൊരു സായനം നേരുന്നു. നമസ്കാരം. ഋഷഭയെ പറ്റി വാട്ട് ടു സേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഫിലിം ഫോർ മീ ബിക്കോസ് ഇറ്റ്സ് എ വെരി സ്ട്രേഞ്ച് കോമ്പിനേഷൻ. ദാറ്റ് കോമ്പിനേഷൻ itself is a very strange thing. A Kannada director directing a Malayalam and Telugu film with the North Indian producers and Malayalam actors. That itself is a very strange coincidence. Nandakishore ഇങ്ങനെ ഒരു സ്റ്റോറി എന്നോട് പറഞ്ഞപ്പോൾ the story contains the kind of emotion, love. അതൊരു നോർമൽ സ്റ്റോറിയെക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ട് I felt some kind of difference in the story. Then we started the film. Of course, we had a lot of problems in between to make this film happen. It is film. It's a making. And thanks to all the actors because they all stood with the film to make it possible. ഞാൻ ഒരുപാട് സമയമെടുത്തു ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ. ബിക്കോസ് ഈ സിനിമയുടെ ഒരുപാട് CG വർക്ക് ഉണ്ട്. ഇതൊരു സാധാരണ സിനിമയെക്കാളും കണ്ടെയ്ൻസ് ലോട്ട് ഓഫ് ഇമോഷൻസ്. ഒരുപാട് വർഷങ്ങളുടെ പുറകിൽ ഒരു കഥ പറയുന്ന സിനിമ അവിടാണ്. രണ്ട് കാലഘട്ടത്തിൽ നടക്കുന്നത്. ഇറ്റ് ഹാപ്പൻസ് ഇൻ 2 eras. So we had a lot of problems, but of course this is more of an action, emotion. ഇതിൽ എഴുതി തന്നെ ഉണ്ട്. This is reborn love. ഒരു സ്നേഹം എന്ന് പറയുന്നതിന്റെ ഒരു വലിയ ഒരു കടൽ അതിലുണ്ട്. എല്ലാ സിനിമയുടെയും ഒരു അണ്ടർലൈങ് കറന്റ് ഇസ് ലവ്. ലവ് സോ സ്ട്രോങ് ഇറ്റ് ഡിഫൈൻസ് ഡെത്ത്. അപ്പം ഒരു സ്നേഹവും ജനനവും, നമ്മളൊരു കുട്ടി ജനിക്കുന്നതിൽ നിന്നാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്തത്. ഇതിന്റെ ട്രെയിലർ ഓഫ് കോഴ്സ് ഡെത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇന്നെവിറ്റബിൾ. സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബർത്ത്, ലവ് ആൻഡ് ഡെത്ത്. ഇറ്റ് കണ്ടെയ്ൻസ് ലോട്ട് ഓഫ് ഇമോഷൻസ് ആൻഡ് ഒരുപാട് മലയാളത്തിന് പരിചയമില്ലാത്ത ആക്ടേഴ്സ് ആണ്. ദാറ്റ് ഈസ് വൈ അവരെല്ലാം ഇവിടെ വന്നത്. ഇറ്റ്സ് എ വെരി സ്മോൾ ഫിലിം ഇൻ ദ വേ ഇറ്റ്സ് എ ബിഗ് ഫിലിം. സ്മോൾ ഫിലിം എന്ന് പറയുന്ന ലോട്ട് ഓഫ് അധികം ലോട്ട് ഓഫ് അധികം ആക്ടേഴ്സ് ഇല്ല മലയാളം. ബട്ട് ഈച്ച് ആക്ടർ ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ വാല്യൂ, ഇറ്റ്സ് ഓൺ ചാം ആൻഡ് ദേ ഹാവ് ഡൺ ഇറ്റ് ബ്രില്യൻ്റ്ലി. എല്ലാവരും നന്നായിട്ട് ആ സിനിമ ചെയ്തിട്ടുണ്ട്. ഷോയെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് ഒരു വളരെ ഡിഫറെന്റ് ഫിലിമാണ്. കാഴ്ചക്കാർക്കും ആ ഡിഫറെന്റ് ഫിലിം ആ ഡിഫറൻസ് ഉണ്ടാക്കാൻ സാധിച്ചു. ആൻഡ് താങ്ക്സ് ടു നന്ദകിഷോർ, ഹി ഹാസ് ഡൺ ഇറ്റ് ബ്രില്യൻ്റ്ലി. ആൻഡ് താങ്ക്സ് ടു ബാലാജി ടെലിഫിലിംസ്, Connect Media and EBS. This is like I cannot call this a gate crash. This is a serious thing because a lot of people can come and do films here. This is about through this film. Like she said, the entity wise we have a very small entity, Kerala, Malayalam, but it slowly started developing. Now Malayalam film means pan-Indian. You cannot call this a pan-Indian film. It is known to all the district or states in India. So Malayalam has got its own value. Apart from that, now we have become a family. So this is a family business. So even a Telugu director can come and direct a Malayalam film. A Malayalam director can go and do a Kannada film. It's a beautiful congress happening. So let it be a wonderful film and let it show the result. And എല്ലാവർക്കും നല്ലത് വരട്ടെ. ഒരു വലിയ കോമ്പിനേഷൻ, പുതിയ കോമ്പിനേഷൻസ് ഉണ്ടായിട്ട്. ബിക്കോസ് ആർട്ട് എന്ന് പറയുന്നതിന് അങ്ങനെ അതിനൊരു സീക്രസിയോ അല്ലെങ്കിൽ അതിനൊരു പ്രത്യേകതയോ അല്ലെങ്കിൽ അതിന് രഹസ്യമോ ഒന്നുമില്ല. ഇറ്റ് ഈസ് വെരി ഓപ്പൺ. സോ ഇറ്റ്സ് എൻ ഓപ്പൺ തിങ്. അപ്പൊ അതിലേക്ക് ആൾക്കാർ വരാനും പുതിയ സിനിമകളിലും പുതിയ സ്റ്റോറീസ് ഡെവലപ്പ് ചെയ്യാനും സിനിമയ്ക്ക് ഒരു പുതിയ വാല്യൂ ഉണ്ടാകാനും ഒരു മുഖം ഉണ്ടാകാനും ഇത്തരം സിനിമകൾ സഹായിക്കും. ഋഷഭ എന്ന് പറയുന്ന സിനിമ അതിനൊരു ഉദാഹരണമാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ഒരു കന്നഡ ഡയറക്ടർ സോ മെനി ഫിലിംസ് ഇൻ കന്നഡ. വലിയ ആക്ഷൻ ഫിലിം ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ആക്ഷന്റെ ഉള്ളില് നന്ദ ഹൈഡ്സ് ദ ഇമോഷൻസ്. ദാറ്റ് ഈസ് ദ ബ്രില്യൻസ് ഓഫ് ദ ഡയറക്ടർ. ഈവൻ ദോ ഐ ഹാവ് സീൻ ഹിസ് ഫിലിംസ്, ഇറ്റ് ഹാസ് ഗോട്ട് അൺബിലീവബിൾ ആക്ഷൻസ്. ഇറ്റ് ഹാസ് ബ്രിങ് ലോട്ട് ഓഫ് പീപ്പിൾ. ഈവൻ WWF ആൾക്കാരൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന്റെ സിനിമ ചെയ്തിട്ട്. അപ്പാർട്ട് ഫ്രം ദ ആക്ഷൻ, ഹി ഹൈഡ്സ് ദ സീക്രട്ട് ഓഫ് ലവ്, ഇമോഷൻസ് ഇൻ ദാറ്റ് ഫിലിം. ഈ ഋഷഭ എന്നുള്ള സിനിമയിലും അതുണ്ട്. അത് ചോർന്നു പോകാതെ അദ്ദേഹത്തിന് സൂക്ഷിക്കാൻ സാധിച്ചു എന്നതും വലിയൊരു കാര്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം ഋഷഭ നല്ല സിനിമയായി മാറട്ടെ, ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സിനിമയായി മാറട്ടെ. തീർച്ചയായിട്ടും ഒരുപാട് ഋഷഭ ഇനി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു വെരി മച്ച് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഈവനിങ്. താങ്ക് യു. ഋഷഭ
is going to be a very special film for me as well as for all of us. So please go and watch it on 25th in your nearest theaters. Thank you so much. My name is Samar. I have acted in this film. I want to start off by thanking Nandakishore sir. Thank you, sir, for this opportunity, for having confidence in me, and for guiding me through this entire film. I want to thank the producers, Sanjay sir, Abhishek Vyas sir, Varun Mathur sir, Ekta Kapoor ma'am, and everyone at Balaji for their continuous support and for having the belief in me and the confidence in this entire project. I want to thank Anthony sir. I'm very happy to meet you, sir. It's an incredible honor. I want to thank the entire crew behind this project. The cinematographer, Anthony. The action masters, Silva Master, Ganesh Master, Nikhil Master, Peter and Master, everyone who has helped to make it some fantastic action, which I'm sure you guys will love. Shruti Master, thank you for the patience you had with me, and Nayan for the song, and the crew, the cast, obviously Nayan and Ragini ma'am and everybody. It's been such an honor, but the most important I want to come to, thank you so much, Lal sir. The reason we're all here today, he has, like, I was very scared when I first had to face sir in the action scene. Nanda sir tried to calm me down, but it was such an honor, sir, watching you from the screen to having the opportunity to share screen with you. It's something I will never forget in my entire life, and I hope to God I get this opportunity again with you, sir. I won't say much about the film because I've been told not to give it away, but I hope everyone comes on December 25th and enjoys the fruit of our hard work. Thank you again for everybody. Thank you. ലാലേട്ടൻ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് എല്ലാം സംസാരിച്ചു. നമുക്ക് ഇൻഡസ്ട്രി ഹിറ്റ് ഒക്കെ അടിച്ച് എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പൊ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് കിഷ്കിന്താകാന്ഡം പോലത്തെ കഥാപാത്രങ്ങൾ, സിനിമയിലെ കഥാപാത്രങ്ങളൊന്നും എന്നെ തേടി വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എല്ലാ നടന്മാരും അല്ലെങ്കിൽ പുതിയ നടന്മാരൊക്കെ എല്ലാവരും പാൻ ഇന്ത്യൻ സിനിമകളുടെ പുറകെയാണ്. പക്ഷെ ലാലേട്ടൻ ഇത്രയും റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തിട്ടും കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നല്ല കഥാപാത്രങ്ങളാണ് തേടിയിരിക്കുന്നത്. അപ്പം ഈ ഒരു വൃഷഭം എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെ ലാർജർ ആൻഡ് ലൈഫ് ഒരു ക്യാരക്ടറാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പം ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ആക്ടിങ്ങിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിട്ട് തോന്നി. അപ്പം ഈ പടം എങ്ങനെയാണ് ലാലേട്ടൻ അല്ലെങ്കിൽ വലിയ സിനിമകൾ ചെയ്യുമ്പോൾ കഥാപാത്രമാണോ നോക്കുന്നത്, അല്ലെങ്കിൽ ലാർജർ ആൻഡ് ലൈഫ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലാണോ നോക്കുന്നത്? ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ അതിന് കുറച്ച് പ്രത്യേകതകളായിട്ട് തോന്നി. ഒരു നോർമൽ സിനിമയുടെ കഥയൊക്കെ റീഇൻകാർണേഷനെ കുറിച്ചുള്ള സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഡിഫറെന്റ് റീഇൻകാർണേഷൻ ആണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിന് രണ്ട് ഈറയിൽ പറയുന്ന കഥയാണ്. സോ അതില് ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞത് തന്നെ എൻ്റെ അത് കോണ്ടന്റ് വൈസ് അതിന് ലവ് എന്ന് പറയുന്നതിന് വലിയൊരു സ്ഥാനം, അച്ഛൻ മകൻ എന്നൊക്കെ പറയുന്ന റിലേഷൻഷിപ്പിന് വലിയ സ്ഥാനമുണ്ട്. ഞാൻ അതാ പറയാം, സോ മെനി ആക്ഷൻസ്. സാധാരണ സിനിമകൾക്കാളും കൂടുതൽ ആക്ഷൻ ഉണ്ട്. ഒരു ഡിഫറെന്റ് പീരിയഡിലുള്ള ഫിലിമാണ്. അത്തരം സിനിമകൾ ഞാൻ അധികം ചെയ്തിട്ടില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഓൾവേസ് ഐ സേ ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ മോർ ദാൻ എനി അതർ തിങ്. ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ. സോ ഐ ഹാഡ് ദ കൈൻഡ് ഓഫ് കോൺഫിഡൻസ് വിത്ത് നന്ദ കിഷോർ. അതുകൊണ്ടാണ് ഈ സിനിമ അക്സെപ്റ്റ് ചെയ്തത്. അത് സിനിമ കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ. അത് എത്രത്തോളം സക്സസ്ഫുൾ എന്നൊക്കെ ഉള്ളത് സിനിമയുടെ റണ്ണിങ്ങിനെ പറ്റിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഫോർ മീ ഈ സിനിമ നല്ലൊരു കഥയായിട്ട് തോന്നി, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തോന്നി, എൻ്റെ അതൊരു ഇമോഷണൽ വാല്യൂ ഉള്ള സിനിമയായിട്ട് തോന്നി. സോ ഐ ഡിഡ് ദാറ്റ് ഫിലിം. താങ്ക് യു. ലാലേട്ട, ഒരുപാട് നമ്മളിപ്പോ ഒരു സിനിമ കഴിഞ്ഞ കാണാൻ മമ്മൂക്കയുടെ ഒരു അഭിമുഖത്തിൽ മമ്മൂക്ക പറഞ്ഞു, കാണാൻ ഞാൻ പുറകിലാണ് ലാലേട്ട. ലാലേട്ട, മമ്മൂക്ക ഒരു അഭിമുഖത്തിൽ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കഥ എഴുതുമ്പോൾ എനിക്കായിട്ട് ഒരിക്കലും ഒരു കഥ എഴുതരുത്, അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് ഒരിക്കലും ഒരു കഥ എഴുതരുത്. ആ കഥയിൽ ഒരു കഥാപാത്രമാണ് ഇത് തോന്നിയാൽ മാത്രമേ ചെയ്യാവൂ. അപ്പം ലാലേട്ടൻ ചെയ്യുന്ന ഓരോ സിനിമകളും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ കഥാപാത്രമായി മാറുമ്പോൾ തിയേറ്ററിൽ എഴുന്നേറ്റ് കൈയടിക്കുന്ന മൊമെന്റുകളും അല്ലെങ്കിൽ പിസ്റ്റടിക്കുന്ന രോമാഞ്ചിന്റെ ഒരുപാട് മൊമെന്റുകളുണ്ട്. ഇപ്പം ഇതിലെ ട്രെയിലർ കാണുമ്പോൾ പോലും നമുക്ക് നമ്മുടെ പല സിനിമകളിലെ ലാലേട്ടൻ ചെയ്ത ആക്ഷൻ സീനുകളൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അപ്പം ഇതിലെ ഫൈറ്റ് സീനുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞാനതിന് നേരത്തെ പറഞ്ഞു, ഇതൊരു സാധാരണ സിനിമയായിട്ട് തോന്നിയില്ല. ഇതിൽ ഒരുപാട് ആക്ഷൻസിന്റെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണ്.
നമ്മൾ സാധാരണ കാണാത്ത ആക്ഷൻസ് ഉണ്ട്, ലൈക്ക് അതിന്റെ പീരിയഡ് ഫിലിമൊക്കെ ഉണ്ട്. അപ്പൊ അത് തന്നെയാണ് എന്റെ പ്രത്യേകത. അതിനെ കൂടുതൽ ഡിഫൈൻ ചെയ്യാൻ എനിക്കറിയില്ല. അതിന്റെ കണ്ടന്റ് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പൊ ഇത് ഋഷഭാന്നൊരു കഥ എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല, ഒരു കഥയിലേക്ക് അവരെന്നെ ക്ഷണിക്കായിരുന്നു. വി ഹാവ് എ സ്റ്റോറി ലൈക്ക് ദിസ്, ക്യാൻ യു ആക്ട് ലൈക്ക് ദിസ്? ദിസ് സ്റ്റോറി ഈസ് നോട്ട് റിട്ടൺ ഫോർ മോഹൻലാൽ. എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല. ഐ തിങ്ക് am I right, Nanda? You wrote a story, then you invited me to that film. So he can give more ideas on this. Just tell. They want to know. Yeah, I understood the question. I can understand clear Malayali. So, sir, to answer your question, when we write a subject, it will be about a king who is like this. So, after you are drafting, and after you cannot draft something keeping some particular aesthetics in mind, then your story will be inclined towards that particular entity or person or drive. But when you want to write a story in the purest of form, then there will be no imagination. So after the story is done, when you look at the story and when you say that who can do this, who can pull it off, then there was no doubt, no question. It was only Lalatan sir. I did not see another alternate actor for that. So it is a blessing in disguise. This story, after being written, it was destined for Lal sir, is what I can say. മലയാളത്തിലെ ഏറ്റവും സീനിയർ ആക്ടേഴ്സ് മുതൽ ഏറ്റവും ന്യൂ കമേഴ്സ് ആയിട്ടുള്ള ആളുകൾ വരെ ലാലേട്ടൻ ഒരുപാട് കോമ്പിനേഷൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിനോട് കോമ്പിനേഷൻ ചെയ്തു. അപ്പം അതിനകത്ത് ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിലി ബോണ്ട് ഫീൽ ചെയ്യും നിങ്ങൾ തമ്മിൽ. ഇപ്പം ലാലേട്ടന് കൂടെ ആക്ട് ചെയ്യുന്ന ആളുകളോട് ലാലേട്ടൻ അത്ര ബോണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു മാജിക് എന്താണ്? ഇപ്പൊ റീസെന്റ് സംഗീതമായിട്ടായാലും പണ്ട് മുതൽ ജയറിഞ്ചേട്ടൻ ജലീഞ്ചേട്ടൻ അങ്ങനെ വലിയ ലെജൻസിന്റെ കൂടെ ഉൾപ്പെടെ കിഡിലായിട്ട് ബോണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു മാജിക് എന്താണ് ശരിക്കും? അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അപ്പൊ എന്റെ ചോദിച്ചു കഴിഞ്ഞാൽ when I was doing films with the big actors like Premnasi sir or Shivaji Ganeshan sir or Amitabh Bachchan or Rajkumar sir or Nagesh Rao sir, that kind of love and affection they showed it to me. That was a lesson to me, and I have to carry that legacy and I am just giving to them. അതാണ് എന്റെ കാര്യം. അല്ലാതെ അവരെങ്ങനെയാണ് എന്നെ കണ്ടിരുന്നത്, എന്നെ എത്ര നന്നായിട്ടാണ് അവർ സ്നേഹിച്ചിരുന്നത്, എത്ര നന്നായിട്ടാണ് അവര് ഒരു സിനിമയിലേക്ക് പുതുതായിട്ട് പോകുന്ന ഒരു ന്യൂ ആക്ടർ എന്ന രീതിയിൽ അവർ നമ്മളെ ഒരു തരത്തിലും ഒരു പുതിയ ആക്ടറാണെന്ന് അവർ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. They have given all the love and support to me. So it is my right and it is my, എന്താ പറയണ്ട, എന്റെ ധർമ്മമായിട്ട് ഞാൻ കാണുന്നത്. എന്റെ കൂടെയുള്ള കൊളീഗ്സുമായിട്ട് ഏറ്റവും നന്നായിട്ട് സിനിമ ചെയ്യുക, അങ്ങനെ ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയായിരുന്നു എന്നുള്ളത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ചോദിച്ചാൽ അറിയാം. എനിക്ക് എന്റെ ധർമ്മത്തിനെ കുറിച്ച് അറിയുന്നത്. ഐ കൺസിഡർ ഇറ്റ് ആസ് മൈ റൈറ്റ് ടു വർക്ക് വെരി ഓണസ്റ്റ്ലി വിത്ത് മൈ കൊളീഗ്സ്. അതാണ് എന്റെ ലാലേട്ടനകത്ത് ഏറ്റവും ഹാർട്ട്ഫുൾ ആയിട്ട് ഫീൽ ചെയ്ത ഏതൊരു കോമ്പിനേഷൻ ആയിരിക്കും? ഏറ്റവും എക്സ്ട്രീമിലി നല്ലൊരു മെമ്മറി ആയിട്ട് കിടക്കുന്നത് ഏതായിരിക്കും? എല്ലാ കോമ്പിനേഷനും എനിക്ക് മെമ്മറി തന്നെയാണ്. ഒരാളെ എടുത്ത് പറയാൻ പറ്റില്ല. ഓരോ സിനിമ അങ്ങനെയാണല്ലോ. നമ്മളിപ്പോ ഋഷഭയെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. ഋഷഭയിൽ നല്ല വളരെ എന്താണ് ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് സീക്വൻസുകളുണ്ട്. നമുക്ക് മെമ്മറിയിൽ ഇപ്പോൾ ഓടിയെത്തുന്നത് ഋഷഭയിലെ സീനുകളാണ്. Short of words, whenever we talk about somebody like him, the magnum opus personality that he has, when you're in the presence of somebody who is such an outstanding performer, such an outstanding human being, I always ask him one question. Should I tell him? I keep asking you regularly. You can tell us. Tell us. I ask sir one question. Everybody has 24 hours in a day. How do you do all the things that you do in that same 24 hours? Like he's an entertainer, performer, magician, dancer, he's a singer, he's doing, chef. So I'm sure this is a known factor that everybody knows, but it really it intrigues me. And every time we were shooting, we would see a new video or we would see something that he's doing constantly. You know, for somebody who's done so many films and so many achievements, I don't know how you do it in 24 hours because everybody has only 24 hours. So this is something that all of us will agree to do. I'm amazed. And we have to congratulate him for his award as well. Please, a huge round of applause. Another feather in the
multiple feathers of the cap. So it was amazing working with him. I started my career in the Malayalam film industry with sir. And every day you learn so much from Apurva and now with Rishabha. So I'm excited and I love doing Malayalam films. So I hope everybody loves us, and we had a great time doing the film. So I'll give you an answer for you. So she is keep on asking, you have 24 hours, and it's not a secret, you can also do. I asked the Almighty something like for the time or some whatever. So he asked me if you have the inclination for the time. So I had that inclination and he gave me the time. Thank you very much. Thank you. And have a wonderful evening. Thank you. ഇന്നത്തെ ഈ സാധനത്തിൽ നമ്മളോടൊപ്പം ചേർന്ന് ഏവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, 25-ാം തീയതി പല ഭാഷകളിലായി ഋഷഭ നമ്മളിലേക്ക് എത്തുകയാണ്. ഈ ക്രിസ്മസ് കാലത്ത് എല്ലാവരും തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണുമെന്ന് അഭ്യർത്ഥിക്കുന്നു.